എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത +2 മലയാളം പാഠപുസ്തകത്തിലെ എഴുത്തകം എന്ന 1-ാം അധ്യായത്തിലെ 2-ാം പാഠഭാഗമായ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുടെ 2-ാം ഭാഗമാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് മുങ്ങൽ സാമഗ്രികളായ മുഖംമൂടികൾ, കുഞ്ഞി ചിറകുകൾ, വായു നിറച്ച തൂക്കുകൾ ഇവയെല്ലാം വേണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അമ്മ അതിന് സമ്മതിച്ചില്ല. കാരണം ചൂതാട്ടം കാരണം അച്ഛൻ്റെ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോവലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം കരസ്ഥമാക്കുകയും അവരുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൽ നിന്നും നല്ല അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. അന്നുച്ചയ്ക്ക് അവരുടെ കിടക്കമുറിയിൽ മുങ്ങൽ സാമഗ്രികളുടെ പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടു. അച്ഛനും അമ്മയും ചേർന്ന് അവർക്ക് നൽകിയ സമ്മാനമായിരുന്നു അത്. അതിനുശേഷമുള്ള ഒരു ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോകുകയും അവർ ബൾബ് പൊട്ടിച്ച് 12 അടി നീളത്തോളം വരുന്നത്ര വെള്ളം നിറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അവർ മുങ്ങൽ സ്രാവുകളെ പോലെ ആ വെള്ളത്തിൽ നീന്തി തുടിച്ചു. വർഷങ്ങളായി കാണാതായ പല വസ്തുക്കളും ആ പ്രകാശത്തിൽ അവർ കണ്ടെടുത്തു. വർഷാവസാനത്തിൽ കുട്ടികൾ മാതൃകാ വിദ്യാർത്ഥികളായപ്പോൾ മാതാപിതാക്കൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. തൻ്റെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുത്താൽ മതി എന്നാണ് കുട്ടികൾ അപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് സഹപാഠികളെ ക്ഷണിച്ചത് ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ബുധനാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ അച്ഛനും അമ്മയും സിനിമയ്ക്ക് പോകുന്ന ദിവസമായിരുന്നു. സഹപാഠികളെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർ വീട്ടിലെത്തിയപ്പോൾ ടോട്ടോയും ജോവലും പ്രകാശം അഴിച്ചുവിടുകയും ചെയ്തു. അന്ന് വഴിയിലൂടെ പോയ ആളുകളെല്ലാവരും ഒരു വിസ്മയ കാഴ്ച കണ്ടു. ടോട്ടോവിൻ്റെയും ജോവലിൻ്റെയും വീട്ടിൽ നിന്നും ഒരു പെരുമഴ പോലെ പ്രകാശം ഒഴുകുന്ന കാഴ്ചയായിരുന്നു അത്. ഈ പ്രകാശത്തിൽ ആ നഗരത്തിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളെയും കൊണ്ട് ആ പ്രകാശത്തിൻ്റെ ജലം ആകെ ഒഴുകി. ഈ പ്രകാശത്തിൻ്റെ പ്രളയത്തിൽ അവിടെ നിന്നും ആകെ അവശേഷിച്ചത് അമ്മയുടെ അക്വേറിയത്തിലെ മീനുകൾ മാത്രമായിരുന്നു. ടോട്ടോ വള്ളത്തിൽ വിളക്കുമാടവും ജോവൽ പടിഞ്ഞാറൻ നക്ഷത്രവും തിരിഞ്ഞുപോയി. കഥയുടെ അവസാന ഭാഗത്ത് കഥാകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്: കടലോ നദിയോ ഇല്ലാത്ത മാഡ്രിഡ് പട്ടണത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ അയാഥാർത്ഥ്യമായ ഒരു കഥ പറയുന്നതിനൊപ്പം മാന്ത്രികമായ ചില സത്യങ്ങൾ കൂടി അദ്ദേഹം വിളിച്ചു പറയുകയാണ്. കുട്ടികളുടെ ഭാവനാ ലോകത്ത് എന്തും സാധ്യമാണ്. അതുകൊണ്ടാണ് അവർ ബൾബ് പൊട്ടിച്ചതും പ്രകാശം കൊണ്ടുള്ള ജലം വരുത്തിയതും അതിൽ നീന്തി തുടിച്ചതുമെല്ലാം. സിനിമ കണ്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന മാതാപിതാക്കൾ കണ്ടത് ഉണങ്ങിയ തറയിൽ മാലാഖ കുഞ്ഞുങ്ങളെ പോലെ ഉറങ്ങുന്ന സ്വന്തം മക്കളെയാണ്. മാതാപിതാക്കളുടെ കാഴ്ചയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല. ഈ കഥയ്ക്ക് ഒരു രാഷ്ട്രീയ തലം കൂടിയുണ്ട്. 275 വർഷക്കാലം കൊളംബിയയിലെ തുറമുഖ നഗരമായ കാഡ്ജിന സ്പെയിനിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ലാറ്റിൻ അമേരിക്കൻ കവിയായ ഗബ്രിയേൽ തങ്ങളുടെ രാജ്യത്തെ അടിമപ്പെടുത്തിയ സ്പെയിനിൻ്റെ സംസ്കാരത്തെ കാഡ്ജിനയുടെ സംസ്കാരം കൊണ്ട് മുക്കുകയാണ് ഈ കഥയിലൂടെ. ഭാവനയുടെയും സംസ്കാരത്തിൻ്റെയും കാര്യത്തിൽ കാഡ്ജിന എന്നും മുന്നിൽ തന്നെയാണ്. സംസ്കാരത്തിൽ മുന്നിലായ കാഡ്ജിന തങ്ങളെ കായിക ബലം കൊണ്ട് അടിമപ്പെടുത്തിയ സ്പെയിനിനെ ഭാവനയിലൂടെ മുക്കുകയാണ് പ്രകാശം ജലം പോലെയാണ് എന്ന ഈ കഥയിലൂടെ. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന രചനാ സങ്കേതം ഏത്? അതായത് ഇവിടെ മാജിക്കൽ റിയലിസത്തിനെ കുറിച്ചിട്ട് ഒന്ന് വിശദമായിട്ട് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. നിശ്ചയദാർഢ്യവും ഭാവനാശക്തിയുമുള്ള കുട്ടികളാണ് ടോട്ടോയും ജോവലും. നഷ്ടമായ ബാല്യകാല സൗഭാഗ്യങ്ങളെയും ജന്മദേശത്തെ തന്നെയും അവയിലൂടെ അവർ വീണ്ടെടുക്കുന്നു. ഈ പ്രസ്താവനയെ മുൻനിർത്തി പ്രകാശം ജലം പോലെയാണ് എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക. അതായത് ഇങ്ങനെയൊരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയിൽ വന്നാൽ നിങ്ങൾ ആ കഥയുടെ ഒരു ചുരുക്കമായ ആശയം എഴുതിയാൽ മതി. ഏതൊരു കഥയുടെയോ കവിതയുടെയോ ആശയം എഴുതുന്നതിന് മുമ്പ് ആ കഥ രചിച്ച ആളിനെ കുറിച്ച് നിങ്ങൾ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കണം. അങ്ങനെ വിശദീകരിക്കുമ്പോഴേ ആസ്വാദനക്കുറിപ്പിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ടോട്ടോയും ജോവലും മുമ്പ് താമസിച്ചിരുന്ന കാഡ്ജിനയ്ക്ക് ഇപ്പോൾ താമസിക്കുന്ന മാഡ്രിഡ് എന്ന നഗരത്തിൽ നിന്നും എന്ത് വ്യത്യാസമാണുള്ളത്? ഇങ്ങനെയൊരു ചോദ്യമാണ് നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പാഠഭാഗം എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കാഡ്ജിന എന്ന് പറയുന്നത് തികച്ചും ഗ്രാമീണത നിറഞ്ഞൊരു സ്ഥലമാണ്. മാഡ്രിഡ് എന്ന് പറയുന്നത് കാഡ്ജിനയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു നഗരമാണ്. അപ്പോൾ ആ രണ്ട് നഗരത്തെയും കുറിച്ചും ചെറുതായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ആശയം പറഞ്ഞ സമയത്തും നമ്മൾ ആ രണ്ട് പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയം ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും പാഠഭാഗം നന്നായിട്ട് വായിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുടെ രാഷ്ട്രീയ തലം എന്താണ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് നമ്മൾ ആശയം പറഞ്ഞ സമയത്ത് അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, അതാണ് എഴുതേണ്ടത്. അത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയവും ചോദ്യോത്തര ചർച്ചകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.